എല്ലാവർക്കും നമസ്കാരം. വണ്ടി ബസാനാണ്. നമ്മൾ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിരിക്കുന്നു. 6ാമത്തെ വർഷം നമ്മുടെ ചാനൽ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നിങ്ങൾക്കറിയണ പോലെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അല്ലെങ്കിൽ നമ്മൾ ഒപ്പം ബന്ധപ്പെട്ടിട്ടുള്ള നിൽക്കുന്ന ഒരു മാക്രോ റൈഡേഴ്സ് എന്ന് പറഞ്ഞ വണ്ടി നമ്മൾ ഇപ്പോൾ ഇറക്കിയത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. മുണ്ടക്കയം ബാംഗ്ലൂർ ഓടിയിരുന്നേ, ഇപ്പോൾ അത് എറണാകുളം ബാംഗ്ലൂരാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ www.macroriders.in macroriders.com പിന്നെ നമ്പർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അതിൽ നമ്പർ ഇട്ടിട്ടുണ്ട്, അതിൽ ബുക്ക് ചെയ്യാം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. എറണാകുളം ബാംഗ്ലൂരാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ ട്രൈപോഡൊന്നും വയ്ക്കാതെ എപ്പോഴും ഷൂട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ വന്നതിലെന്ന് പറഞ്ഞാൽ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു കൺസൾട്ടൻസി തുടങ്ങിയിട്ടുണ്ട്. കൺസൾട്ടൻസി എന്ന് പറഞ്ഞാൽ അറിയാലോ, അതായത് ഇപ്പോൾ പല ആൾക്കാർക്കും ഒരു ബസ് എടുക്കണം. എങ്ങനെ ബസ് എടുക്കും? ടൂറിസ്റ്റ് ബസ് ആയിക്കോട്ടെ, റൂട്ട് ബസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് ബസ് മാത്രമല്ല, നമ്മൾ ഓൾ വെഹിക്കിൾസ് നമ്മൾ ചെയ്യുന്നുണ്ട്. ടിപ്പർ ആണെങ്കിലും ടോറസ് ആണെങ്കിലും കണ്ടെയ്നർ ട്രെയിലർ ആണെങ്കിലും എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഹെവി വെഹിക്കിൾസിൻ്റെ ഒരു ചാനലാണ്, അതുകൊണ്ട് തന്നെ എല്ലാ വണ്ടിയും നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യണത് ബസ്സിൻ്റെ മേഖലയിലാണ്. അപ്പോൾ ബസ് ഒരാൾക്ക് ഇപ്പോൾ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ച്, അയാൾക്ക് അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ പോലും നമ്മളൊരു കമ്മീഷൻ വെച്ചിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഫീസ് മേടിച്ചുകൊണ്ട് നമ്മൾ പല ആൾക്കാരും എനിക്ക് എൻ്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾ വണ്ടി മേക്ര റൈഡേഴ്സ് ഇറക്കിയിട്ടുണ്ടല്ലോ, അതിന് എന്ത് റേറ്റായി, ഷാസിക്ക് എന്ത് വില വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ബോഡിക്ക് എന്ത് പേര് പറയുക, ബോഡിക്ക് എന്ത് വില വരുന്നുണ്ട്, ഇങ്ങനെ കുറേ സംശയങ്ങൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കണ്ടു. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇത് എങ്ങനെയാണ് തുടക്കം, എങ്ങനെ ഒരു ഷാസി ബുക്ക് ചെയ്യും, എങ്ങനെ ഭാരത് ബെൻസായിട്ട് ബന്ധപ്പെടും, അവരുടെ നമ്പർ എത്രയാണ്, കുറേ ഡാറ്റാസ് കിട്ടണമല്ലോ. അപ്പോൾ വോൾവോയിൽ എങ്ങനെ ഒരു വോൾവോ ബുക്ക് ചെയ്യും, വോൾവോ മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പൈസയുണ്ട്, ഇതെങ്ങനെ ബുക്ക് ചെയ്യുന്നു അവരെ കോൺടാക്ട് ചെയ്യാനോ അറിയില്ലെങ്കിൽ നമ്മളൊരു മീഡിയേറ്ററായിട്ട് അതിൻ്റെ ഇടയിൽ നിൽക്കും. നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വോൾവോ ആണെങ്കിലും ഭാരത് ബെൻസ് ആണെങ്കിലും ലൈലൻഡ് ആണെങ്കിലും എല്ലാം മേടിച്ചു തരും. നിങ്ങൾക്കിപ്പോൾ തുടക്കം തൊട്ടിട്ട് ഇപ്പോൾ ഒരു വണ്ടി എടുക്കണം. ആ വണ്ടി എടുക്കണതിൻ്റെ നിങ്ങൾക്കൊരു ബാങ്ക് ഫിനാൻസ് സെറ്റ് ചെയ്ത് തരാനും അല്ലെങ്കിൽ അടവ് സംഭവങ്ങളുണ്ടല്ലോ, അങ്ങനെ സെറ്റ് ചെയ്യാനും, അത് ആ ബസ്സിൻ്റെ ഇൻഷുറൻസ് അതല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോൾ ഒരു പുതിയ ബസ് എന്നല്ല, നിലവിലിപ്പോൾ ഒരുപാട് ഫ്ലീറ്റുള്ള ആൾക്കാർക്ക് കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത്. ഒരുപാട് ഫ്ലീറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വണ്ടികളുടെയൊക്കെ ഇൻഷുറൻസ് അടയ്ക്കാനും അല്ലെങ്കിൽ മറ്റേ അതിനെ ബന്ധപ്പെട്ടുള്ള പേപ്പർ വർക്കുകൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് ചെയ്ത് സെറ്റാക്കി കൊടുക്കുന്നതാണ്. അതിപ്പോൾ ഇപ്പോൾ നിലവിൽ ഫ്ലീറ്റുള്ള ആൾക്കാർ കൂടിയാണ് പറയണത്. ഞാനതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ ഇടുന്നതായിരിക്കും. അതിൽ വാട്സപ്പ് ചെയ്യുക, താല്പര്യമുള്ളവർ മാത്രം കോൾ ചെയ്യണ്ട. പിന്നെ അർജൻറ്റുള്ള ആൾക്കാർ മാത്രം അങ്ങനെ കോൾ ചെയ്ത് സംസാരിക്കാൻ നിൽക്കണ്ടു. ഇതൊരു തമാശയായിട്ട് കാണരുത്. അപ്പോൾ നമ്മളിപ്പോൾ ഓഫീസോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല, അതല്ലാതെ നമ്മൾ ചെയ്യണത് നമ്മുടെ ഒരു അറിയുന്നൊരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇത് 10 പേർക്ക് ഒരു ഉപകാരപ്പെടാം, നമുക്കും അതിനൊരു ഏണിങ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മളിതിലേക്ക് ഇറങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു ഷാസി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് നമ്മൾ പരമാവധി റേറ്റ് കുറച്ച് നിങ്ങൾക്ക് അത് എടുത്തു തരാനും. ഇപ്പോൾ നമുക്ക് ചില ആൾക്കാരുണ്ട്, ഒരു വണ്ടി ബോഡി കെട്ടി ഇറക്കി അവർക്ക് ഒന്നും അറിയണ്ട, ചിലപ്പോൾ അവർ അമേരിക്കയിലോ യൂറോപ്പിലൊക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് വണ്ടി വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഫുൾ ബോഡി കെട്ടി നമ്മൾ ആ വണ്ടി വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അത് നമ്മുടെ കയ്യിൽ സ്റ്റിക്കർ വർക്ക് ടീമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആരെങ്കിലും സ്റ്റിക്കർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ സ്റ്റിക്കർ വർക്ക് ടീമുണ്ട്. അതുപോലെ തന്നെ ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്, നിങ്ങൾക്ക് ഡിസൈൻ ചെയ്ത് തരും. നിങ്ങൾ പറയുന്ന മോഡലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർമാരുണ്ട്, അങ്ങനെ ചെയ്തു തരും. അങ്ങനെ നമ്മൾ ആ വണ്ടി ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് എല്ലാ വർക്കും കഴിച്ചിട്ട് അങ്ങനെ കൊടുക്കുന്ന സെറ്റപ്പ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആയിട്ട് A to Z കാര്യങ്ങൾ ഞങ്ങൾക്ക് ഒന്നും അറിയാണ്ട നിങ്ങൾ വണ്ടി എടുത്തിട്ട് പണിത് എനിക്ക് തന്നാൽ മതി എന്ന് അങ്ങനെ ഒരു സെറ്റപ്പ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു എന്താ പറയുക, നമ്മുടെ കമ്മീഷൻ എന്താണോ ആ സംഭവം പറഞ്ഞിട്ട് നമ്മൾക്ക് കരാർ എഴുതിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം, പൈസ അവരായിട്ടുള്ള കൊടുക്കുന്നതും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ. നമ്മളാ വണ്ടി ബോഡി കെട്ടിയിട്ടോ അല്ലെങ്കിൽ ആ വണ്ടീനെ എന്താ പറയുക വർക്ക് ചെയ്തിട്ടോ ഒക്കെ നമുക്ക് ഫുൾ വർക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചു തരാൻ പറ്റും, ഫുള്ള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ തന്നെ. അതിപ്പോൾ MG മോഡൽ വണ്ടി ഇപ്പോൾ ഗ്ലൈഡർ ആണെങ്കിൽ അത്, അല്ലെങ്കിൽ ഗ്ലൈഡേഴ്സ് ആണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ സീറ്റർ കം സ്ലീപ്പർ ആണെങ്കിൽ അങ്ങനെ, അതല്ല ടൈഗർ നമ്മളിപ്പോൾ ഇറക്കിയിട്ടുള്ള മോഡൽ പോലത്തെ ടൈഗർ ആണെങ്കിൽ അങ്ങനെ, അതല്ല വോൾവോ ബസ് ആണെങ്കിൽ വോൾവോ ബസ് നമ്മൾ സെറ്റാക്കും.
അതുപോലെ തന്നെ ദാമോദർ ബോഡിയാണോ, അല്ലെങ്കിൽ വീര ബോഡിയാണോ, അതല്ലെങ്കിൽ REC ബോഡിയാണോ, ഏത് സാധനമാണെങ്കിലും നമ്മളങ്ങനെ സെറ്റാക്കിയിട്ട് നമ്മൾ കൊടുക്കും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ ഒരു കമ്മീഷൻ നമ്മൾ എടുക്കും. അതാണ് എൻ്റെ ഒരു കാര്യം. അത് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഉള്ളൊരു സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വണ്ടി ചേസ് ചെല്ലണു, ചേസ് നമ്മൾ മേടിച്ചു കൊടുക്കണു. അതിനുശേഷം ബസ് ബോഡി കെട്ടാൻ കൊണ്ടുപോകണം. അതുവരെയുള്ളത് കഴിഞ്ഞു. ബോഡി കെട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് ആ വണ്ടി അവിടെ നിന്ന് ഇറക്കി കൊണ്ടുവന്നതിന് ശേഷമാണ് വണ്ടി രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ആ രജിസ്ട്രേഷൻ ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. അതുപോലെ തന്നെ അതിൻ്റെ ടാക്സ് എന്ന് പറയും, ആ ടാക്സ് നമ്മൾ എല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ പുതിയ വണ്ടി എന്നല്ല, എല്ലാ വണ്ടികളും ടാക്സ് നമ്മൾ അടച്ചു കൊടുക്കുന്നുണ്ട്. വണ്ടി റിലേറ്റഡ് ആയിട്ട് എല്ലാ വണ്ടികളും ടാക്സ് അടച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ടാക്സ് അടച്ചു കൊടുക്കും. ടാക്സ് കഴിഞ്ഞ് പിന്നെ ATP നമ്മൾ എടുത്തു കൊടുക്കും, ഓൾ ഇന്ത്യൻ ടൂറിസ്റ്റ് പെർമിറ്റ്. മാത്രമല്ല ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു നൈറ്റ് സർവീസ് ബസ്സാണെങ്കിൽ തീർച്ചയായിട്ടും ആ ബസ്സിനെ നമ്മളൊരു എന്താ പറയുക, കുറച്ച് അഡ്വർടൈസ്മെൻറ്റും അതും ഇതൊക്കെ ചെയ്തിട്ട് ആ വണ്ടീനെ ബൂസ്റ്റപ്പ് ചെയ്ത് നമുക്ക് സീറ്റാക്കി ഒരു 10-20 സീറ്റ് നമ്മുടെ ത്രൂ തന്നെ നമുക്ക് ആക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് വല്ല വണ്ടിയിൽ പോകണം എന്നുണ്ടെങ്കിൽ നമ്മൾ ത്രൂ സീറ്റ് നമ്മൾ ബുക്ക് ചെയ്ത് തരുന്നതായിരിക്കും. നിങ്ങൾക്ക് സീറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ അറിയിച്ചാൽ മതി. നമ്മൾ സീറ്റ് ബുക്ക് ചെയ്ത് കൊടുക്കും, ബാംഗ്ലൂർക്കും എവിടേക്കാണെങ്കിലും. അതുപോലെ തന്നെ ഒരു ബസ്സിൽ വേണ്ട സ്നാക്സ് ബോക്സ്, വാട്ടർ ബോട്ടിൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വണ്ടികൾക്കും ആവശ്യാനുസരണം നമ്മളത് അവർ പറയുന്ന രീതിയിലുള്ള ഐറ്റംസ് നമ്മൾ എത്തിച്ചു കൊടുക്കും. അത് നമ്മുടെ സർവീസ് ഉണ്ട്, അങ്ങനെ വേണമെന്നുള്ളവർക്ക് ചെയ്യാം. അതല്ല ഇനിയിപ്പോൾ പുതിയൊരു വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് സ്നാക്സ് ബോക്സ് എവിടെ അടിക്കുക, അല്ലെങ്കിൽ വാട്ടർ ബോട്ടിൽ എവിടെ ചെയ്യുക, അതൊന്നും അറിയണ്ടായിരിക്കില്ല. വണ്ടി എടുക്കുന്ന ആൾക്കാർക്ക് ശരിക്കും നൈറ്റ് സർവീസിലേക്ക് ഇറങ്ങണം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എല്ലാവർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല. ഇതിനൊരു പ്രോസസ്സ് ഉണ്ട്. ഫസ്റ്റ് നമ്മളൊരു ബാങ്കിൽ ഒരു വണ്ടി ഇല്ലാത്ത ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊളാട്രൽ ഫ്രീ ആയിട്ട് എടുക്കാനും അതല്ലെങ്കിൽ നമുക്ക് ആധാരം വെച്ചിട്ട് ആണെങ്കിൽ കൊളാട്രൽ വെച്ചിട്ട് എടുക്കുന്ന സെറ്റപ്പും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയില്ലെങ്കിൽ അതൊക്കെ നമ്മൾ പറഞ്ഞു തരാനും ഫിനാൻസ് ആക്കി തരാനും, ട്രാക്കില്ലാത്ത ആൾക്കാരാണെങ്കിൽ ട്രാക്കിനെ കുറിച്ചിട്ട് പറയാനും ഒക്കെ കുറേ കാര്യങ്ങളുണ്ട് അത്. അപ്പോൾ അതിനുശേഷം നമ്മൾ ഒരു പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. പ്രൊജക്ട് റിപ്പോർട്ട് എങ്ങനെയാണ് അത് ചെയ്യുക, അപ്പോൾ അതൊക്കെ നമുക്ക് ആൾക്കാരുണ്ട് പ്രൊജക്റ്റ് ചെയ്യാനും. പ്രൊജക്റ്റ് ചെയ്തിട്ട് പിന്നെ ബാങ്കിൽ അത് സബ്മിറ്റ് ചെയ്ത് അത് പാസ്സായിട്ട് പിന്നെ ഈ ഷാസി പോണതും അതിനുശേഷം വണ്ടി ബോഡി കെട്ടണതും, ഇതൊരു പ്രോസസ്സിങ് പലരും അറിയില്ല. അങ്ങനെ ഒരു പ്രോസസ്സുണ്ട്. അങ്ങനെ ബോഡി കെട്ടാൻ ചെല്ലണം. ബോഡി കെട്ടിയതിന് ശേഷം വണ്ടി അവിടെ ബോഡി കെട്ടണം. ചില വണ്ടികൾ 1 മാസം, ചില വണ്ടികൾ 3 മാസം. ഇപ്പോൾ ടൈഗർ ആണെങ്കിൽ 3 മാസം, MG ഗ്ലൈഡേഴ്സ് ആണെങ്കിൽ 1 മാസം ഒക്കെ മതിയാവും ബോഡി കെട്ടാനായിട്ട്. അപ്പോൾ അങ്ങനെ കെട്ടി ഇറക്കിയതിന് ശേഷം മാത്രം പോരല്ലോ. ഇതിന് ശേഷം പിന്നെ ഈ വണ്ടി നൈറ്റ് സർവീസായിട്ട് ഓടുക എങ്ങനെയാണ്, റെഡ് ബസ്, അബി ബസ് എന്നുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ റെഡ് ബസ്സിലും അബി ബസ്സിലും നമ്മൾ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുക, അതിനെക്കുറിച്ച് പലർക്കും അറിയണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കും. വെബ്സൈറ്റ് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കും. വെബ്സൈറ്റ് എങ്ങനെയാണ് നമ്മുടെ പേരിൽ വെബ്സൈറ്റ് വർക്കൗട്ട് ആവുക എന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ആ വെബ്സൈറ്റ് നമ്മൾ സെറ്റാക്കി കൊടുക്കും. റെഡ് ബസ്സും അബി ബസ്സും സെറ്റാക്കി കൊടുക്കും. എന്നിട്ട് അതിൽ അറ്റാച്ച് ചെയ്തിട്ട് വണ്ടി ഓടേണ്ട കാര്യങ്ങൾ ചെയ്തു വരും. പിന്നെ നിങ്ങൾക്ക് താല്പര്യമാണെങ്കിൽ നമ്മൾ ഒരു 10 ടിക്കറ്റ് 20 ടിക്കറ്റ് വേണമെങ്കിൽ നമ്മളത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ചെയ്തിട്ട് നമ്മളത് ആൾക്കാരാക്കിയിട്ട് കൊണ്ടുപോകാനും പറ്റും. പിന്നെ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യണമെങ്കിൽ ആ രീതിയിൽ നമ്മൾ യൂട്യൂബേഴ്സിനെ കൊണ്ടിട്ട് വീഡിയോ ചെയ്യിപ്പിക്കലും അങ്ങനത്തെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ വണ്ടി സംബന്ധമായിട്ട് ഏത് കാര്യങ്ങളും നമ്മളെ സമീപിക്കാം. തീർച്ചയായിട്ടും ഒരു പുതിയൊരു ആശയമായിട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ഓഫീസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഈ റെഡ് ബസ് അബി ബസ്സും വന്നുകൊണ്ട് ആയില്ല. പിന്നെ ഒരു വണ്ടി ഇറങ്ങി വന്നാൽ അറിയാലോ, ക്യാമറ CCTV ക്യാമറാസ് വേണം. അപ്പോൾ നമ്മൾ CCTV ക്യാമറാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വണ്ടികളിൽ മാത്രമല്ല എല്ലായിടത്തും ചെയ്യുന്നുണ്ട്, പുറമേയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും CCTV ക്യാമറകൾ വേണമെന്നുണ്ടെങ്കിലും ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി. പിന്നെ വണ്ടിയുടെ ഡിസൈൻ ചെയ്യാനായിട്ട് ഡിസൈനർ വേണം, അത് നമ്മുടെ കയ്യിലുണ്ട്. ഇനി അത് മാത്രമല്ല, വണ്ടി തന്നെ നമുക്ക് ഇപ്പോൾ ഒരു ആൾക്കൊരു ഒരു ഐഡിയ ഉണ്ട്, എനിക്ക് ഈ രീതിയിൽ ബോഡി കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ബോഡി കിട്ടുന്ന രീതിയിൽ ഡിസൈനർ നമ്മുടെ കയ്യിലുണ്ട്. ബസ് ഡിസൈൻ ചെയ്യണത്, ബോഡി ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ വരെ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ അവർ ഡിസൈൻ തരും. ആ ഡിസൈൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം അങ്ങനെ സ്വന്തമായിട്ട്. അപ്പോൾ അങ്ങനത്തെ ഡിസൈനറും നമ്മുടെ കയ്യിലുണ്ട്. മാത്രമല്ല വണ്ടി സ്റ്റിക്കർ വർക്ക് എന്ന് പറയുക, സ്റ്റിക്കർ വർക്ക് ഡിസൈൻ ചെയ്യുന്ന ഡിസൈനർ നമ്മുടെ കയ്യിലുണ്ട്. സ്റ്റിക്കർ ഒട്ടിക്കണ ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ വരയ്ക്കണ ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ A to Z കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കും. അപ്പോൾ ഒരു ടൂറിസ്റ്റ് ബസ് അങ്ങനെയുള്ള വണ്ടികളൊക്കെ ആണെങ്കിൽ അതിന് സെറ്റ് വർക്ക്, ലൈറ്റ് വർക്ക് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അത് നമ്മൾ സബ്സിഡറി ആയിട്ട് നമ്മൾ വേറെ ടീമിന് അത് കൊടുക്കും. ഇതിനെല്ലാം മുഖ്യം പേയ്മെൻറ്റാണ്. ആദ്യം പേയ്മെൻറ്റ് അക്കൗണ്ടിൽ വന്നാൽ മാത്രമാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുള്ളൂ എന്നുള്ളത് എടുത്ത് പറയുകയാണ്.
അപ്പോൾ അങ്ങനെ ടൂറിസ്റ്റ് ബസ് മേഖലയിലത്തെ കാര്യങ്ങൾ അങ്ങനെ ടൂറിസ്റ്റ് ബസ് എടുത്താലും ഇത് തന്നെയാണ്. നമ്മൾ ലോൺ എടുക്കണു, വണ്ടി എടുത്തുകൊണ്ടതിന് ശേഷം സെറ്റ് വർക്ക് ലേറ്റ് വർക്കിനായിട്ട് കയറ്റണു, അതിന് ശേഷം വണ്ടി ഓടാനുള്ള കാര്യങ്ങൾ നോക്കണു. അങ്ങനെയാണ് അതിന് സെറ്റപ്പ്. അത് പിന്നെ പാക്കേജും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളും പാക്കേജൊക്കെ ചെയ്യുന്നുണ്ട്. വലിയ ആൾക്കാർക്ക് ഇതുപോലെ ടൂർ ട്രിപ്പ് നോർത്തിൽ ഒക്കെ പോകണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ട്രിപ്പ് പോകണമെന്നുണ്ടെങ്കിലൊക്കെ നമ്മളെ സമീപിക്കാൻ തീർച്ചയായിട്ടും നമ്മളും പാക്കേജ് ചെയ്യുന്നുണ്ട്. അത് ഏത് ടൈപ്പ് പാക്കേജ് നമ്മൾ ചെയ്യുന്നുണ്ട്. ഹണിമൂൺ, പിൽഗ്രീം ഒക്കെ ചെയ്യുന്നുണ്ട്. നോർത്തും സൗത്തും പോകുന്നുണ്ട്. കൂടുതൽ എന്താ പറയുക, പിലിഗ്രീം പാക്കേജുകളാണ് കൂടുതൽ നല്ലത്. അപ്പോൾ അതുകൊണ്ട് പിലിഗ്രീം കൂടുതൽ എടുത്തുകൊണ്ടിരിക്കണേ. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനെ യാത്രയൊക്കെ പോകാൻ ഒരുപാട് ഇഷ്ടമാണെങ്കിൽ നമ്മളതൊരു 10 പേര് കിട്ടിയിട്ട് കാര്യമില്ല. ഒരു 10-30 പേരടങ്ങുന്ന സംഘം, ഒരു 50 പേരടങ്ങുന്ന സംഘമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഒരു വണ്ടി സെറ്റാക്കി, അത് സീറ്റർ കം സ്ലീപ്പർ വാഷ്റൂമുള്ള വണ്ടി വരെ നമ്മുടെ കെയർ ഓഫിലുണ്ട്. നിങ്ങൾ പറയുന്ന പോലെ ഏത് ടൈപ്പ് വണ്ടി നമ്മുടെ കെയർ ഓഫിൽ നമ്മൾ വിട്ടുകൊടുക്കും. വണ്ടികൾ ബുക്ക് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. ടൂറിസ്റ്റ് ബസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സമീപിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്. പാക്കേജും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വല്ല വണ്ടികൾ കൊടുക്കാനോ വാങ്ങാനൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ടാൽ മതി. നമ്മൾ ത്രൂ വണ്ടികൾ എല്ലാ ടൈപ്പ് വണ്ടികളും നമ്മൾ വാങ്ങാനും വിൽക്കാനും ഒക്കെ നമ്മളായിട്ട് ബന്ധപ്പെടുക. നമ്മുടെ കയ്യിലുണ്ട് ഇഷ്ടംപോലെ സ്ലീപ്പർ വണ്ടികളും ഇഷ്ടംപോലെ എല്ലാ ടൈപ്പ് വണ്ടികളും നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും വല്ല വണ്ടി വിൽക്കാനോ വാങ്ങാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ബന്ധപ്പെടുക. മാത്രമല്ല, നിങ്ങൾക്ക് ഞാൻ പറഞ്ഞില്ലേ, ഡ്രൈവർമാരെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കും. അത് ഏത് ടൈപ്പ് വണ്ടികളിലേക്കും ഡ്രൈവർമാരെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ സെറ്റാക്കി കൊടുക്കും. പിന്നെ ഞാൻ പറഞ്ഞു, നൈറ്റ് സർവീസ് ബസ്സുകൾക്ക് വേണ്ട പാക്കേജ് അല്ലെങ്കിൽ നൈറ്റ് സർവീസ് വണ്ടികൾക്ക് വേണ്ട കാര്യങ്ങൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു നൈറ്റ് സർവീസ് വണ്ടി എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ അറിയണം, വണ്ടി എടുക്കണം, വണ്ടി എടുത്ത ഓടറിയില്ല, അങ്ങനെയൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ സഹായിക്കണം. നിങ്ങൾക്കൊരു വണ്ടി എടുത്താൽ കൊള്ളാമെന്നുണ്ട്, ഇതിന് ലാഭത്തിനെ കുറിച്ച് അറിയണമെന്നൊക്കെ ഉണ്ടെങ്കിലൊക്കെ ജനുവനാണെങ്കിൽ മാത്രം നമുക്ക് ഇൻസ്റ്റാഗ്രാം ത്രൂ മെസ്സേജ് അയക്കുക. ഇൻസ്റ്റാഗ്രാം വണ്ടി മച്ചാൻ എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. ആവശ്യമുള്ളവർ മാത്രം കമൻറ്റ് ബോക്സിൽ എന്നെ കമൻറ്റ് ചെയ്ത് ഞാൻ നമ്പറിൽ അപ്പം ഇട്ട് തരാം കേട്ടോ. അല്ലാതെ വെറുതെ എന്തെങ്കിലും കാട്ടിയിട്ട് സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ജനുവനായിട്ടുള്ളവർ മാത്രം നമ്മളെ ബന്ധപ്പെടുക. കാരണം വെച്ചാൽ ഇപ്പം നൈറ്റ് സർവീസിനെ കുറിച്ചിട്ട് ചിലവർക്ക് അറിയില്ല, അത് ഇറക്കണം എടുക്കണം എന്നൊക്കെ ഉണ്ട്, കാശുള്ളവരുണ്ടായിരിക്കും. പക്ഷേ കുറച്ച് എന്താ പറയുക, അതിനെ കുറിച്ചിട്ട് അത് പഠിക്കാനുണ്ട്. പെട്ടെന്ന് ഓടിച്ചാടി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ പെട്ടെന്ന് അങ്ങോട്ട് എളുപ്പമുള്ള പരിപാടിയൊന്നുമല്ല. കുറേ കടമ്പകൾ കടക്കാണ്ട്, അത് കടന്നിട്ട് വേണം. അല്ലാതെ കുറേ പേര് ഇപ്പോൾ ടൂറിസ്റ്റ് ബസ്സും റൂട്ട് ബസ്സൊക്കെ ഉള്ളവർ ഇറങ്ങി വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഇറങ്ങി വന്ന ഒരു ബിഗ് ഷോട്ട്സിൻ്റെ പ്ലേ തന്നെയാണ്. 15 ലക്ഷം രൂപ ഒരാഴ്ചയ്ക്ക് വേണ്ടൊരു പ്ലേ ആണ്. അതൊക്കെ കണ്ടുകൊണ്ട് കാശൊക്കെ എന്താ പറയുക, ഫണ്ട് ഫ്ലോ എന്ന് പറയും. പമ്പും ഹോട്ടലും റിസോർട്ടും ഒക്കെ ഉള്ള എല്ലാ ടീമുകൾ അങ്ങനെയൊക്കെ ഫണ്ട് ഇഷ്ടംപോലെ ഫണ്ട് ഉണ്ടായാൽ മതി. അതുകൊണ്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ സിമ്പിളാണ്, അല്ലെങ്കിൽ കുറച്ച് പാടാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വണ്ടി സംബന്ധമായിട്ട് എന്ത് റിലേറ്റഡ് ആയിട്ട് നമ്മളൊരു കൺസൾട്ടൻസി ഇപ്പോൾ തുടങ്ങിയിരിക്കുകയാണ്. ധൈര്യമായിട്ട് വണ്ടി മച്ചാനെ ബന്ധപ്പെടാം. അതിലൊരു കമ്മീഷൻ എടുക്കും, ഒരു ഏണിങ്സ് എടുക്കും നമ്മൾ. അതിന് ശേഷം മാത്രമാണ് നിങ്ങൾക്ക് അത് നമ്മൾ ചെയ്തു തരുള്ളൂ. അത് മുന്നേ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും പൈസ മുന്നിട്ടാൽ മാത്രമേ നമ്മൾ, അതുപോലെ വണ്ടി മേടിച്ച് തരികയാണെങ്കിലും ഷാസി ആണെങ്കിലും ബോഡി ആണെങ്കിലും ഒക്കെ അതൊക്കെ ത്രൂ നമ്മൾ കൂട്ടിമുട്ടിച്ച് തരുന്ന കാര്യങ്ങൾ മാത്രം. അതിൻ്റെ ഇടയിൽ അത് നഷ്ടം വന്നാലോ അതൊന്നും നമ്മളെ ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമില്ല. നിങ്ങൾക്ക് ഒരു മീഡിയേറ്ററായിട്ട് നമ്മളുണ്ടാവും, അത്രമാത്രം. അത് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് പലർക്കും അറിയില്ല ഇതിനെ കുറിച്ചിട്ട്. അപ്പോൾ ആ ഒരു ഹെൽപ്പ് നമുക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബാക്കിൽ നിന്നിട്ട് ഇപ്പോൾ ഒരു വണ്ടി ഞാൻ പണിത് ഇറക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് A to Z അതിൻ്റെ പ്രോസസ്സിങ് എന്താണെന്ന് നമുക്ക് അതിനായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു പുതിയൊരാൾക്ക് അത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഒരു ഫീസ് മേടിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കും. അല്ലാതെ നമ്മൾ ഫീസ് മേടിക്കാതെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ യൂട്യൂബിൽ തന്നെ ഫ്രീ ആയിട്ടാണ് ഞാൻ പെയ്ഡ് പ്രൊമോഷൻ അല്ലാതെ വീഡിയോ ചെയ്തു തരുന്നത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രൊമോഷൻ പൈസ മേടിച്ചിട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത്. അല്ലാതെ നമ്മൾ ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ ഇനിയിപ്പോൾ ചെയ്യാൻ വണ്ടികളും ഒന്നുമില്ല, അത്രമാത്രം എല്ലാ വണ്ടികളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഓടിച്ചിട്ട്. അപ്പോൾ ഇനി പെയ്ഡായിട്ട് മാത്രമേ നമ്മൾ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ എന്ത് ചെയ്യണമെങ്കിലും ഇപ്പോൾ ഈ കൺസൾട്ടൻസി ആണെങ്കിലും നമ്മുടെ ഫീസ് മേടിച്ചിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അതിന് താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളെ ബന്ധപ്പെടുക. ഒരു പുതിയ സംരംഭമാണ്, സപ്പോർട്ട് ചെയ്യുക. പിന്നെ വേറൊരു സംരംഭവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ സ്ഥിരമായിട്ട് പറയാറുണ്ട്, പാക്കേജ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അത് ഇതിൻ്റെ കൂടുതൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, പാക്കേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വണ്ടി ആവശ്യം ബുക്ക് ചെയ്ത് തരും, അതൊക്കെ നിങ്ങൾ വിളിച്ചോളൂ. അതല്ലാതെ വേറൊരു സംരംഭം വണ്ടി മച്ചാൻ്റെ വരുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ വഴിയെ അറിയിക്കാം. അപ്പോൾ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അത് വഴിയെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണുള്ളൂ. അത് ഞാൻ വേറൊരു വീഡിയോ ഞാൻ ചെയ്യാം. ഇതൊരു ഫ്രീ കൺസൾട്ടൻസി, ഇതൊരു ഓഫീസ് ഫ്രീ കൺസൾട്ടൻസി ആണ്. മനസ്സിലാവും, നമ്മൾ ഓഫീസോ കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും നോക്കാം.
പല ആൾക്കാരും മെസ്സേജ് ഇങ്ങനെ അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ, കമൻറ്റ് ചെയ്യുന്നുണ്ട്. ചേസിന് എന്താ വില, ഷാസിക്ക് എന്താ വില, ബോഡിക്ക് എന്താ വില, ബോഡി എത്രയായി, ഇതെന്താ പ്രോസസ്സിങ്, ഒരു മദർ ടാക്സ് എന്താ റേറ്റ് എന്നൊക്കെ ചോദിച്ചു. മദർ ടാക്സ് 2,17,000 ആണെന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. അത് 1,80,000 ചില്ലാനും രൂപ വരും ഒരു വണ്ടിക്ക് മദർ ടാക്സ് കേരളത്തിലാണെങ്കിൽ. ഒരു വണ്ടിക്ക് 2 വണ്ടിക്ക് കണക്കൂട്ടിക്കും. അതുപോലെ ATP 90,000. മനസ്സിലായി. ഇതിപ്പോൾ പെട്ടെന്ന് നമുക്ക് പറയാൻ പറ്റുക നമ്മൾ കൊണ്ടു നടന്ന കാരണം. അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇതുപോലെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേ സൂത്രങ്ങളും അപ്പോൾ അതുപോലെ കുറേ സൂത്രപ്പണികളും കുറേ കാര്യങ്ങൾ അതിൽ ചെയ്യാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൈസ ഉണ്ടായി. അപ്പോൾ ഒരാളെ നമ്പർ കിട്ടണം, ഇപ്പോൾ വോൾവോൻ്റെ അവരെ ഒന്ന് നമ്മൾ വിളിക്കണം, അല്ലെങ്കിൽ അവരെ വണ്ടി ബുക്ക് ചെയ്യണം, നമ്പർ അറിയില്ല. അപ്പോൾ നമ്മളെ ബന്ധപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്പർ കിട്ടും എല്ലാവരുമായിട്ട്. അല്ലെങ്കിൽ ഇത് ഒരു നമ്പർ കിട്ടാനും വിളിക്കാനൊക്കെ പെട്ടെന്ന് ഓടിച്ചെന്നൊന്നും നടപടിയാവില്ല. ഒരു ബാങ്കിൽ ഒരു പ്രോസസ്സ് നടക്കണമെങ്കിലും രജിസ്ട്രേഷൻ്റെ കാര്യമാണെങ്കിലും എല്ലാം നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്യും. കാരണം നമ്മൾ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ബന്ധപ്പെടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫീസ് മേടിച്ചിട്ട് നിങ്ങൾക്ക് ഇതെല്ലാം പറഞ്ഞു തരാം, സപ്പോർട്ട് ചെയ്യാം. ഫീസില്ലാത്ത കളിയില്ല, അതാണ്. അപ്പോൾ എന്താ വെച്ചാൽ കുറേ പേര് കമൻറ്റ് ഇട്ടിട്ട് വെറുപ്പിക്കണ കാരണമാണ് ഞാൻ തിരിച്ച് ഇതിനെക്കുറിച്ചിട്ടൊന്ന് പറഞ്ഞത്. പലർക്കും ഇത് വണ്ടിയുടെ വണ്ടി സെയിലിന് ഫോട്ടോ ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. വെറുതെ സമയം വേസ്റ്റിന് വേണ്ടി മാത്രം നിൽക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൈം വേസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ദയവ് തരത്തിൽ മെസ്സേജ് അയച്ച് നമ്മുടെ സമയം കളയില്ല. ജെന്യുവനായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ, വണ്ടി എടുക്കാനുള്ള താല്പര്യമൊക്കെയുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ മാത്രം മെസ്സേജ് അയക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. സപ്പോർട്ട് ചെയ്യാം നമ്മളെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.